എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയിസി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമുക്കൊരു ആവി പുഴുങ്ങിയൊരു പലഹാരമായാലും എപ്പോഴും നമ്മൾ ഈ എണ്ണയ്ക്കകത്തൊക്കെ വറുത്തും പൊരിച്ചും ഒക്കെയല്ലേ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് ഒരു ആവിയിലുള്ളൊരു പലഹാരം ഉണ്ടാക്കിയാൽ നമ്മളെപ്പോഴും എണ്ണയ്ക്കകത്തൊക്കെ ഉള്ളതല്ലേ നമ്മൾ ഈ കഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചു. അതിനകത്തോട്ട് നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് കപ്പിന് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ അതിന് ഒരു 1.5 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ റവ വെച്ച ആണ് നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കതിനകത്തോട്ട് ആ വെള്ളത്തിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂണ് നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളത്തിനകത്തോട്ട്. എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാവേ. തണുപ്പായതുകൊണ്ട് നമ്മുടെ നെയ്യൊക്കെ കട്ട പിടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഒരു 1.5 കപ്പ് റവയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ സെയിം വെള്ളം ഒഴിച്ച് ഈ കപ്പിന് തന്നെ ഒരു 1.5 കപ്പ് റവ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ ഇതിനകത്തോട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിക്കുഴയ്ക്കുക എന്നൊക്കെ പറയല്ലേ, അങ്ങനെയൊന്ന് കുഴച്ചെടുക്കാവേ. ഇങ്ങനെ ഇപ്പോഴത്തെ ഉരുണ്ട് വരുന്ന ഈ സമയത്ത് നമുക്ക് ഇത് വാങ്ങി വെക്കാം. എന്നിട്ട് നല്ലപോലെ തണുക്കട്ടെ. നമുക്കിത് വാങ്ങി മാറ്റി ഒരു പാത്രത്തിലേക്കൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പലഹാരം നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വാട്ടിക്കുഴയ്ക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിലിട്ടാണെങ്കിൽ നമുക്ക് കുഴച്ചെടുത്താൽ മതിയേ. അപ്പം നമ്മുടെ പലഹാരത്തിനകത്ത് ചേർക്കാൻ ഒരു ഫില്ലിങ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാലെടുത്ത് വെച്ച് അതിനകത്തോട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ നെയ്യില്ലെന്ന് ഓർത്ത് പേടിക്കേണ്ട. നെയ്യില്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി ഏതെങ്കിലും ഓയിലുകൾ ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി. ഇനി നമുക്കതിനകത്തോട്ട് 1 മുറി തേങ്ങ ചിരണ്ടി ഇട്ട് കൊടുക്കാവേ. ഇതൊന്ന് ഇളക്കി ആ തേങ്ങായ ആ നെയ്യിലേക്ക് ഒന്ന് ഇനി നമുക്കിതിനകത്തോട്ടൊരു 2-3 സ്പൂണ് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഈ നെയ്ക്കകത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂക്കണം. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ശർക്കര എടുത്ത് പാനിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്കൊരു 3 സ്പൂൺ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് മധുരം വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഭയങ്കര കട്ട കുറുകിയ പാനിയാണ്, അതുകൊണ്ട്. ഇത് നമ്മുടെ ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് നമ്മുടെ ഈ തേങ്ങായും ക്യാരറ്റും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് വേഗണതിനകത്തോട്ട് നമുക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഒരു പിഞ്ച് മതി. ആ മധുരത്തേക്ക് ഒന്ന് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിനകത്തോട്ട് ആവശ്യത്തിനുള്ള നമ്മുടെ ജീരകവും ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത് ഞാനൊരു 1.5 സ്പൂണ് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ആ തേങ്ങായും നമ്മുടെ ക്യാരറ്റും ആ ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കുക, മൂപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നന്നായിട്ട് നല്ല കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്തിടും നമ്മുടെ ക്യാരറ്റ്.
ഇതെങ്ങനെ നമ്മുടെ ഫില്ലിങ് നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി ആ ശർക്കര പാനിക്കകത്ത് കിടന്ന് തേങ്ങായും നമ്മുടെ ക്യാരറ്റും എല്ലാം നന്നായിട്ട് വെന്ത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വാങ്ങി നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ റവ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവേ. അപ്പം നമ്മുടെ റവ നന്നായിട്ട് നമ്മൾ വാട്ടിക്കുഴച്ചത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനകത്തോട്ട് നമ്മൾ ഒരു പിടി ക്യാരറ്റും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുവാണ്. ഞാൻ ആകെ ഒരു ചെറിയൊരു 2 ക്യാരറ്റാണ് എടുത്തിരുന്നത്. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ കൂട്ട് തയ്യാറായി. ഇനി നമുക്ക് ഓരോ ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കയ്യെ ഒട്ടിപ്പിടിക്കുന്നൊക്കെ തോന്നുവാണെങ്കിൽ നമുക്കൊരു ശകല എണ്ണ എന്തെങ്കിലും തൂത്ത് കൊടുത്തിട്ട് നമുക്കിങ്ങനെ നമ്മൾ സാധാരണ കൊഴുക്കട്ടയ്ക്ക് പരത്തുന്ന രീതിക്ക് നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റാണ് നമ്മുടെ റവയാണ്. നമ്മൾ അരിപ്പൊടി വേണേലും വെച്ചുണ്ടാക്കാം, ആട്ടപ്പൊടി വെച്ച് വേണേലും ഉണ്ടാക്കാം. പക്ഷേ ഞാൻ എടുത്തിരിക്കുന്ന റവയാണ്. നമുക്കിതിനകത്തോട്ട് നമ്മുടെ കൂട്ട് വെച്ച് കൊടുക്കാവേ. ഫില്ലിങ് നമുക്ക് എന്തേരം വേണമെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ഫില്ലിങ് നമുക്കിതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ഉണ്ടയൊക്കെ ഉരുട്ടുന്ന പോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെയൊന്ന് ഉരുട്ടിയെടുക്കാം. പിന്നെ ഉണ്ട ഒത്തിരി ഞാനിത് കറക്റ്റായിട്ട് ഇങ്ങനെ ഉരുട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി പെർഫെക്ഷനായിട്ട് വരികയില്ല. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ കണ്ട പോലെ നമുക്കൊരു ഷേപ്പിന് വ്യത്യാസം നമുക്ക് ഈ ആപ്പിളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ സംഭവമില്ലേ, ഇതിനകത്തോട്ട് നമുക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് അപ്പോൾ ഒരു പ്രത്യേക ഒരു ഡിസൈനും വരും. നമുക്കിങ്ങനെയൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ എടുത്ത് നല്ലപോലെ കഴുകി ഉണങ്ങി എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പം നോക്കിയാൽ നല്ലൊരു ഷേപ്പും വന്നിങ്ങനെ നല്ല ഫിനിഷിംഗ് ആയിട്ട് വരും. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ എടുത്ത് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കാമല്ലോ എന്ന്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി അങ്ങനെയൊന്ന് എടുക്കാവേ. ഇതങ്ങനെ നമ്മൾ നമ്മുടെ പലഹാരമെല്ലാം ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാവേ ഒരു 15 മിനിറ്റ്. അപ്പോൾ നമ്മൾ സ്റ്റീമറിനകത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിത് വെക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പിള്ളേർക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് പിള്ളേർ കഴിച്ചോളൂ. ഇതിനകത്ത് കെമിക്കലൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എണ്ണയില്ല. നമ്മൾ നെയ്യല്ല ചേർത്തേക്കുന്നത്. അതിൻ്റെ ക്യാരറ്റും നെയ്യും ശർക്കരയും തേങ്ങായും മാത്രമല്ല ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ അടിപൊളി സ്നാക്സ് തയ്യാറായതുകൊണ്ട് നല്ല പഞ്ഞി പോലെ ആയിരിക്കും. തൊട്ട് കഴിഞ്ഞാൽ നല്ല പതാന്നായിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഇതൊന്ന് വാങ്ങി വെച്ചൊന്ന് തണുത്തിട്ട് നമുക്ക് എടുക്കാവേ. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ അടിയിൽ നിന്ന് ഇങ്ങോട്ട് പൊങ്ങി വരുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവേ. നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. ഇതേ അങ്ങനെ നമ്മുടെ അടിപൊളി പലഹാരം റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഒന്നും പൊട്ടിയൊന്നും പോയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല പഞ്ഞി പോലെ ഇരിക്കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇത് കണ്ടോ, സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിത് പിള്ളേർക്ക് 4 മണിക്ക് കാപ്പിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുവാണേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ നാളെയും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.